കമലഹാസൻ രാജ്യസഭയിലേക്ക്. കമലഹാസനെ സ്ഥാനാർത്ഥിയായി മക്കൾ നീതിമയ്യം പാർട്ടി പ്രഖ്യാപിച്ചു. DMKയുമായുള്ള ധാരണ പ്രകാരമാണ് പ്രഖ്യാപനം. നദീറ AP അങ്ങനെ തമിഴ്നാട്ടിൽ വിജയിയടക്കം മറ്റൊരു പാർട്ടിയൊക്കെയായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനിടയിലാണ് മക്കൾ നീതിമയ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ട് DMKയുടെ ഈ രാജ്യസഭയിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കമലഹാസൻ രാജ്യസഭയിലേക്ക് എത്തുകയാണല്ലേ? തീർച്ചയായും രാജ്യസഭയിലേക്ക് കമലഹാസൻ എത്തുന്നു. 2021 അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അന്ന് കോയമ്പത്തൂർ സൗത്തിലായിരുന്നു മത്സരിച്ചത്. പക്ഷേ തോൽവി അറിഞ്ഞു. BJP സ്ഥാനാർത്ഥി വാനതി ശ്രീനിവാസനോട് തോറ്റു. തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനമെടുക്കുകയും DMKയുമായി ഒരു നീക്കുപോക്കുണ്ടാക്കുകയും ചെയ്തു. DMK അന്ന് വാഗ്ദാനം ചെയ്തത് രാജ്യസഭാ സീറ്റായിരുന്നു. ആ സീറ്റ് അദ്ദേഹത്തിന് നൽകുമെന്ന് DMK പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായ മക്കൾ നീതിമയ്യമാകട്ടെ തങ്ങളുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി കമലഹാസൻ തന്നെയെന്ന് പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി. 6 സീറ്റുകളിലാണ് തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്നത് രാജ്യസഭയിലേക്ക്. അതിൽ 4 എണ്ണത്തിൽ DMKക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കമലഹാസനെ ഒരു സീറ്റ് കമലഹാസന് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം വൈകാതെ MP ആകും. താങ്ക് യു. നദീറയാണ് വിവരങ്ങൾ നൽകിയത്.